നമസ്കാരം. അപസർപ്പക കഥകളിലെ നിഗൂഢ സംഭവങ്ങളായി മാത്രം കേട്ടിരുന്ന പലതും ഇന്ന് സാക്ഷര കേരളത്തിൽ നിത്യസംഭവങ്ങളാണ്. എത്ര മൂടിവെച്ചാലും മായ്ക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തുവരും. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിലും സത്യം നിയമത്തെ തേടി വരികയായിരുന്നു. കുടിലതന്ത്രങ്ങളുമായി മോഷണത്തിനിറങ്ങിയ വിഷ്ണുവും നിതീഷും പിടിക്കപ്പെടുന്നത് മാർച്ച് 2 പുലർച്ചെ. പിടിയിലായ ഇരുവരെയും കൊണ്ട് പോലീസ് വാടക വീട്ടിലെത്തുന്നത് മുതൽ തുടങ്ങുന്നു ട്വിസ്റ്റ്. ആൾതാമസമില്ലെന്ന് പറഞ്ഞ വീടിനുള്ളിൽ മാസങ്ങളായി പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിഞ്ഞ വിഷ്ണുവിന്റെ സഹോദരിയും അമ്മയും. അച്ഛൻ എവിടെ എന്ന ചോദ്യത്തിന് വിറയലോടെയുള്ള സഹോദരിയുടെ പരസ്പര വിരുദ്ധമായ മറുപടി സംശയം ജനിപ്പിക്കുന്ന ചുറ്റുപാട്. അസാധാരണമായ മറ്റു പലതും ആ വീട്ടിലുണ്ടായിരുന്നു. വാടക വീടിന്റെ തറ കുത്തിപ്പൊളിച്ചിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇരട്ടക്കൊലപാതകം പ്രതികൾ സമ്മതിക്കുകയായിരുന്നു. അവിശ്വസനീയവും അതിക്രൂരവുമായ സംഭവങ്ങൾ ഇങ്ങനെ. ആഭിചാരക്രിയകൾ നടത്തുന്ന നിതീഷ് വിഷ്ണുവിന്റെ സഹോദരിക്ക് അമാനുഷിക ശക്തിയുണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് ഇതിന്റെ തുടക്കം. പുറം ലോകവുമായി ബന്ധപ്പെടരുതെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട് നിതീഷ്. വിഷ്ണുവിന്റെ സഹോദരിയെ പിന്നീട് നിതീഷ് ഗർഭിണിയാക്കുകയാണ്. 2016 ജൂലൈ മാസം ജനിച്ചു വീണ് 4-ാം നാൾ ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് തൊഴുത്തിൽ കുഴിച്ചിട്ടെന്നാണ് പ്രതികളുടെ മൊഴി. 2023 ഓഗസ്റ്റിൽ വിഷ്ണുവിന്റെ അച്ഛൻ വിജയനും നിതീഷും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടാകുന്നു. വിജയനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലുന്നു. വീടിനുള്ളിൽ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. സംശയമുന വിരൽ ചൂണ്ടുന്നത് ആഭിചാരത്തിലേക്ക് കൂടിയാണ്. ഇലന്തൂർ നരബലിയുടെ മരവിപ്പ് നമുക്ക് മാറിയിട്ടില്ല. അന്ധവിശ്വാസങ്ങളുടെ ചതിക്കുഴികളും കൊന്നുതള്ളലിന്റെ പുതിയ അധ്യായങ്ങളും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞിന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു പോലീസ് സംഘം. പക്ഷേ അതിതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അന്തിച്ചർച്ച തുടങ്ങുന്നു. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് രഘുനാഥ് പാറയ്ക്കൽ, ഒപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ്, കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, പഞ്ചായത്ത് മെമ്പർ രമാ മനോഹരൻ, ബാബു അയൽവാസി അവിടുത്തെ, അവരെ അടക്കം ഞാൻ പ്രതീക്ഷിക്കുന്നു ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ രഘുനാഥ് പാറയ്ക്കലിലേക്ക്. സർ, ആകെ ഒരു ഞെട്ടലാണ് നമുക്ക്. ഈ മനഃശാസ്ത്രം, ആരുടെ മനഃശാസ്ത്രം ഇതിൽ? പ്രതികളുടെ മനഃശാസ്ത്രം. ഒപ്പം ഒരാൾ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അത് ഇവരുടെ ബന്ധുവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അകന്ന ബന്ധത്തിലുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിതിൻ എന്ന് പറയുന്ന ആൾ വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ കുടുംബത്തിലേക്ക് വരുന്നു. കുടുംബത്തിലുള്ളത് 4 പേരാണ്. അച്ഛനും അമ്മയും 2 മക്കളും. ഈ 4 പേരെയും ഒരേ സമയം ആഭിചാരത്തിന്റെ പേരിൽ വശത്താക്കുന്നു. ആ പെൺകുട്ടിക്ക് എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് പറയുന്നു. പുറത്താരുമായും സംസാരിക്കരുതെന്ന് പറയുന്നു. പൂർണ്ണമായും ആ കുടുംബത്തെ ഇയാൾ കൈക്കലാക്കുകയാണ്, അവരുടെ മനസ്സും ശരീരവും അടക്കം. പിന്നെ ഉണ്ടാകുന്നത് 2 കൊലപാതകങ്ങളാണ്. ഒന്ന്, ഇയാളിൽ ഈ മന്ത്രവാദിയായി അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ നടത്തുന്ന ജിതിനിൽ ഈ വിഷ്ണുവിന്റെ സഹോദരിക്കുണ്ടാകുന്ന ഒരു കുഞ്ഞ് 4 ദിവസം പ്രായമുള്ളപ്പോൾ ഈ കുഞ്ഞിനെ കൊല്ലുകയാണ്. ഈ കുഞ്ഞിനെ കൊല്ലാനായി കൂട്ടുനിന്നത് കുഞ്ഞിന്റെ മുത്തച്ഛൻ, ഇപ്പോൾ മരിച്ചെന്ന് പറയുന്ന ഇയാളും ഇയാളുടെ മകനുമാണ്, വിഷ്ണുവുമാണ്. ഈ 3 പേർ ചേർന്നാണ് കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടുന്നത്. പിന്നീട് 2013 ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇയാളെ കൊല്ലുന്നത്, വിജയനെ കൊല്ലുന്നത്. ഇവരുടെ 2 പേരുടെയും മാനസികാവസ്ഥ പരിശോധിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മലയാളി എങ്ങോട്ടാണ് പോകുന്നത്? വലിയ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മലയാളിയുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യം കുറച്ചു കാലമായി തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടീച്ചർമാര് കുട്ടികൾ ഏത് രീതിയിലെങ്കിലും പാസ്സാക്കുക അല്ലെങ്കിൽ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
ഒരു പരാജയം വരുമ്പോൾ അത് നേരിടാൻ എങ്ങനെ അവരെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ സമൂഹത്തിലുള്ള ആൾക്കാർ വളർന്നു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിജയം കൈവരിക്കണം എന്നുള്ളതാണ്. ആ വിജയം കൈവരിക്കാനായിട്ടുള്ള ഏത് തരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സാമ്പത്തികവും ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടാനായിട്ട് ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് മന്ത്രവാദമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ അസുഖം തന്നെ കൊണ്ടുകൊണ്ടാണ് ഇത്തരം മന്ത്രവാദത്തിലേക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും വരുന്നതാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കേരളത്തില് നമ്മളുടെ ആൾക്കാരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക നിലയിൽ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എത്രയൊക്കെ പഠിച്ചിട്ടും നമ്മുടെ കേരളത്തിലാണ് ആത്മഹത്യാ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി നിൽക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സൂചന. മാനസികാരോഗ്യ രംഗത്ത് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ത്വര കൊണ്ട് അത് മന്ത്രവാദമായാലും ശരി അല്ലെങ്കിൽ ഏത് മാർഗങ്ങളായാലും ശരി എന്നുള്ള രീതിയിൽ വിജയം ആർജിക്കാനോ അല്ലെങ്കിൽ സമ്പത്ത് ആർജിക്കാനോ ഉള്ള ആ മലയാളിയുടെ മനസ്സ് അതിലേക്ക് പോയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറ്. അതാണ് സാർ ഞാനിവിടെ ചോദിക്കുകയായിരുന്നു, ആ പ്രതിയുടെ മാനസികാവസ്ഥയിലേക്ക് കൂടി പോകേണ്ടതില്ലേ നമ്മൾ? അതായത് രണ്ടുപേരെ നിർദാരുണം കൊലപ്പെടുത്തുക, അതും ഇയാളെ വിജയനെ കൊന്ന് 3ആയി മടക്കി ഇരുത്തിയാണ് കുഴി മൂടിയത്. ആ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ഇവരെ ഈ 2 സ്ത്രീകൾ ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പുറം ലോകം അറിയിക്കാതെ മാസങ്ങളോളം, ഇതിനു മുൻപും അവർ താമസിച്ച വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാകും. അത്തരത്തിലുള്ള പ്രതിയുടെ മാനസികാവസ്ഥ അതിനെ എങ്ങനെ താങ്കൾ കാണും? അതിനെ കുറിച്ച് എനിക്ക് പറയുന്ന ഒരു സന്തുലിത മാനസികാവസ്ഥ പ്രതിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ, ഇല്ലേ? ആ പ്രതിയിൽ എന്താ പറയുന്നത്, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാനും ഏതെങ്കിലും രീതിയിൽ സമ്പത്ത് ആർജിക്കാനും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വിജയം ആർജിക്കാനുള്ള ത്വര അല്ലെങ്കിൽ സമ്പത്ത് ആർജിക്കാനുള്ള ത്വര ആ ഒരു കൊലയാളിയുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇവരൊക്കെ ഈ കൊല ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ രീതിയിൽ മന്ത്രവാദത്തിലോ അല്ലെങ്കിൽ വിധേയമായിട്ട് പോകുന്നവരുടെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ആരോഗ്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇരട്ട എന്താ പറയുന്നത് വ്യക്തിത്വം പോലും ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യാതൊരുവിധ സംശയമില്ല. അതുപോലെ ഇവർക്ക് സിമ്പതി എമ്പതി എന്നുള്ള അല്ലെങ്കിൽ കാരുണ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ പോലും മറ്റ് ജീവികളോട് പോലും അവസ്ഥയില്ലാത്തവരാണ് ഇതിനൊക്കെ മുതിരുന്നത്. അതെ, ഞാൻ താങ്കളിലേക്ക് വരാം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരുപക്ഷെ ഇത് അറിയാതെ പോയതിനെ കുറെ കാലം കൂടി, പക്ഷെ അവർ തന്നെ ഒരു മോഷണ കേസിൽ ഏർപ്പെടുകയും അതിൽ പ്രതിയായി അല്ലെങ്കിൽ അത് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത് പിന്നീടുള്ള തുടർ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 2 കൊലപാതകത്തിലേക്ക്, ഇരട്ട കൊലപാതകത്തിലേക്ക് ഈ കേസ് എത്തുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ മരിച്ചയാളുടെ മൃതദേഹം അവർ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്നും, അതായത് അവർ താമസിച്ചിരുന്ന അതേ വീട്ടിൽ നിന്നും, വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു. അതേസമയം ആ കുഞ്ഞിന്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും അത് കണ്ടെത്താനായിരുന്നില്ല. 4 ദിവസം പ്രായമായ കുഞ്ഞായിരുന്നു അത്. എങ്ങനെയാണ് താങ്കൾ ഈ കേസിനെ നോക്കിക്കാണുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങളിലെ മാനസിക വിഭ്രാന്തിക്കാരുടെ എണ്ണം കൂടി വരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ കാഞ്ചിയാറ്റിലെ, കട്ടപ്പന കാഞ്ചിയാറ്റിലെ അവിടെ ഈ 2 പ്രതികൾ, അവര് നിതീഷ് പൂജാരിയായിട്ട് ജോലി ചെയ്യുന്നവനാണ്. അയാളുടെ സുഹൃത്താണ് വിജയൻ. വിജയന്റെ മകന് വിഷ്ണു സുഹൃത്തുക്കളാണ്. ഈ പൂജാരി 2015-2016 കാലഘട്ടത്തിൽ ആ സാഗര ജംഗ്ഷനിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2016 ആ വിഷ്ണുവിന്റെ പെങ്ങളുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ 4 ദിവസം പ്രായമുള്ള കുട്ടിയെ കൊല്ലുകയാണ്. അതൊരു മന്ത്രവാദത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ വീട്ടിലെ വിഗ്രഹങ്ങളിരിപ്പുണ്ട്, 2 തുണി കൊണ്ട് മറച്ച 2 മുറിയുണ്ട്, അവിടെ പല ഗ്രന്ഥങ്ങളുണ്ട്, പൂജാസാധനങ്ങളുണ്ട്. അപ്പൊ ഇയാള്
നിതീഷ് എന്ന് പറഞ്ഞവൻ ഒരു പൂജ നടത്തുന്ന മന്ത്രവാദി തന്നെയാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം. മോഷണം കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പോലീസിന്, കട്ടപ്പന പോലീസിന് ആ മോഷണ കേസിനകത്ത് കക്കാട്ടുകടയിലെ ഒരു വീട്ടിൽ കയറിയപ്പം അതിൽ അവര് വീട്ടുകാർ ഉണർന്നു, ഇവരെ പിടിക്കാൻ ശ്രമിച്ചു. ഒരാൾ മതിൽ ചാടി, അയാളുടെ കാലൊടിഞ്ഞു. അയാൾക്ക് ഓടാൻ പറ്റി. അങ്ങനെ അയാളെ കിട്ടി, മറ്റേയാളെയും അവർ പിടിച്ചു. എന്തായാലും മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മന്ത്രവാദത്തിലും ഈ കൊലപാതകത്തിലേക്ക് പോലീസിന് എത്താൻ താമസിച്ചത്. ഏതായാലും കട്ടപ്പന പോലീസ്, ഡിവൈഎസ്പി, അവരുടെ എസ്പിയും നല്ലൊരു വർക്കാണ്. നന്നായിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് കള്ളന്മാരെ. അതിൽ നിന്നാണ് അവരുടെ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ 2 സ്ത്രീകളുണ്ട്, അമ്മയും സുമ എന്ന സ്ത്രീയും അവരുടെ മകളും. അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് ആ വീട്ടില്. ആ ചുറ്റുമുള്ളത് അവിടുത്തെ മെമ്പർ പോലും അറിയുന്നില്ല ഈ വീട്ടിലെ വന്ന് താമസിച്ച വിജയനും ഒരു മകനും മാത്രം, വേറെ ആരും ഇല്ല. അങ്ങനെയാണ് അവിടെ വന്ന് താമസിക്കുന്നത്. നാട്ടുകാർക്ക് പലരും, ആ മെമ്പർ ഉൾപ്പെടെയുള്ളവർ പലരും നോക്കിയിട്ട് ആ വീട്ടിലൊരാളുണ്ടെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ പോലീസിന് വന്നപ്പോൾ ഇവരെ കണ്ടോടുകൂടി പോലീസിന് സംശയമായി. അവരെ ചോദ്യം ചെയ്തു. എവിടെ ഗൃഹനാഥൻ വിജയൻ എന്ന് ചോദിച്ചപ്പോൾ അവർ കിടന്ന് തപ്പിത്തടഞ്ഞു. പോലീസിന് സംശയമായി. അന്നേരം മുറി പരിശോധിച്ചപ്പോൾ ഒരു മുറിയില് അവിടെ പുതുതായിട്ട് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നു. ഏതായാലും പോലീസ് നല്ല രീതിയിൽ അത് ചിന്തിച്ചു. അവർക്ക് ആ കേസിലേക്ക് വരാനും സാധിച്ചു. ഏതായാലും വിജയനെ തലക്കടിച്ചാണ് കൊന്നത്. അത് നമ്മൾ മറക്കരുത്. കാരണം നമുക്ക് നേരത്തെ തൊടുപുഴയിലെ അടുത്ത് ഇതുപോലെ ഒരു നരബലി ഉണ്ടായി. കൃഷ്ണൻകുട്ടി എന്നൊരു മന്ത്രവാദി അങ്ങേരെയും ഭാര്യയും മകളെയും മകനെയും 4 പേരെ കൊന്നു. അന്ന് എനിക്കൊന്ന് ന്യൂസ് 18 തന്നെയാണെന്ന് ഞാനത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മ. 2018 ആ മന്ത്രവാദിയുടെ ശിഷ്യ മന്ത്രവാദി വന്നപ്പം ഈ മന്ത്രവാദിയുടെ കംപ്ലീറ്റ് ശക്തി ആഹ്വാനിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊലപാതകം ചെയ്തത്. അവിടെ ചുറ്റിയുണ്ട്, അവിടെ വെട്ടുകത്തിയുണ്ട്, അവിടെ കത്തിയുണ്ട്. ഈ മന്ത്രവാദികളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സാധനമാണ് ഈ ചുറ്റിക. ഇവിടെ വിജയനെ കൊന്നത് 1.5 വർഷം മുമ്പ് കൊല്ലുന്നത് അയാളുടെ ഷർട്ട് പിടിച്ച് വലിച്ച് അയാളെ നിലത്തോട്ട് വീഴ്ചിട്ട് അയാള് ചുറ്റിക്കൊണ്ട് തലക്കടിക്കുകയാണ് കൊന്നത്. ഈ വണ്ണപ്പുറത്തെ ആ സംഭവത്തിനും ആ മന്ത്രവാദിയുടെ തലയ്ക്കും അയാളുടെ മകനും തലയ്ക്കാണ് ഇഞ്ചുറി. അപ്പൊ അവിടെ ഇരിക്കുന്ന എക്യുപ്മെന്റ് ഒക്കെ ഒരു മന്ത്രവാദത്തിലേക്കുള്ള വരുന്നതാണ്. പിന്നെ 4 ദിവസം പ്രായമുള്ള കൊച്ചിനെ ഈ ചില മന്ത്രവാദികൾക്ക് ഇതിനകത്ത് കേരളത്തിലും ഇന്ത്യയിലുള്ള മന്ത്രവാദികൾ വാമമാർഗം ദക്ഷിണമാർഗം 2 രീതിയാണ്. വാമമാർഗം എന്ന് പറഞ്ഞാൽ നരബലിയാണ്, അല്ലെങ്കിൽ മൃഗങ്ങള് രക്തം വീഴ്ത്തിയുള്ള ബലിയാണത്. അപ്പൊ അത് വാമമാർഗമാണ്. അതിപ്പോഴും പരീക്ഷിക്കുന്നു പലരും. അത് ദക്ഷിണമാർഗികളുണ്ട്, അവര് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നുമല്ല, അല്ലാത്ത സാത്വികമായ രീതിയിലുള്ളതാണ്. അപ്പൊ ഇതിനകത്തൊരു വാമമാർഗമാണ് ഇവിടുത്തെ ഈ മന്ത്രവാദി ചെയ്തിരിക്കുന്നത്. കാരണം തലക്കിട്ട് ചുറ്റുകൊണ്ട് അടച്ച് പിതാവിനെ, ആ വിജയനെ കൊന്നു. അതോടൊപ്പം തന്നെ ആ കുഞ്ഞ് നവജാത ശിശുക്കളെ കൊല്ലുന്നത് മന്ത്രത്തിന് വലിയ ശക്തി ഉണ്ടാകുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. അവന്റെ സ്വന്തം കുട്ടിയാണേലും ആ വിജയന്റെ സഹോദരിയിൽ ഉണ്ടായ, അല്ലെങ്കിൽ വിജയന്റെ മകൻ വിഷ്ണുവിന്റെ സഹോദരിയിൽ ഉണ്ടായ കുട്ടിയാണെങ്കിലും 4-ാം ദിവസം ആ കൊച്ചിനെ കൊന്നിരിക്കുന്നു. ഏതായാലും വിജയനെ ആ വീട്ടിനകത്ത് ഇപ്പം കൊന്ന് ഇരുത്തിലേക്ക് കുഴിച്ചിട്ടിരിക്കുന്നത് ഇരുത്തിയാണ് ചെയ്തത്. അത് അതിൻ്റെ അകത്തൊരു നടപടിക്രമമാണ് മന്ത്രവാദികളുടെ. അയാളെ ഇരുത്തിയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ കിടത്തിയല്ല കുഴിച്ചിട്ടിരിക്കുന്നത്, ഇരുത്തിയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. പാൻറ് ഷർട്ടും ഉണ്ട്, ആ ഹെഡ് ഉണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അത് പക്ക മർഡറാണ്. പക്ഷെ ഇപ്പം അവര് സാഗര ആ ജംഗ്ഷനിൽ പോയപ്പം അത് നേരത്തെ തൊഴുത്തിലാണ് കൊച്ചിനെ കുഴിച്ചിട്ടിരിക്കണേ. അപ്പൊ ഏകദേശം ഇപ്പൊ 8 വർഷമായി. അപ്പൊ നവജാത ശിശുവാണ്. 8 വർഷം കഴിഞ്ഞാല് കഷ്ടിച്ച് അതിന്റെ സ്കള്ള് ചിലപ്പം കിട്ടും, അതുപോലെ തന്നെ അതിന്റെ ഹിപ്പ് റീജിയനിലെ ബോണ് കിട്ടും. ഇത് രണ്ടും കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നോക്കിയിട്ട് കണ്ടില്ല. ആ ഏരിയ നന്നായിട്ട് സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ അത് കിട്ടും. ബാക്കിയെല്ലാം അഴുകി പോയിട്ടുണ്ടാവും. അതാണ് ഞാൻ താങ്കളിലേക്ക് വരാം. ഈ ഞെട്ടൽ അവിടെ പ്രദേശവാസികളുടെ ഞെട്ടൽ അത് വലുതാണ്, വളരെ വലുതാണ്. അവർക്കത് താങ്ങാനാകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രദേശത്തുള്ളവർ അറിയുന്നത് വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വാർത്താ പ്രതിനിധികളോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ, ചാനൽ പ്രതിനിധികളോ ഒക്കെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ആൾ കൂടുന്നതും അവരറിയുന്നതും എന്നുള്ളതാണ്. അയൽവാസിയായ ബാബു ചേരുകയാണ്, പ്രദേശവാസിയാണ് ബാബു. ബാബു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാറ് പറഞ്ഞ എല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. ബാബു ആണ് ഈ ഒരു വീട് അവർക്ക് എടുത്തു നൽകാനുള്ള ഒരു ഇടനിലക്കാരനായതല്ലേ? ഓക്കെ. പറഞ്ഞോളൂ ബാബു, എന്താണ് സംഭവിച്ചത്?
എന്നാ സംഭവിക്കാണ്ടിരിക്കുന്ന ഒരു നമ്മള് സംസാരിക്കുമ്പോ പുള്ളി പറഞ്ഞെല്ലാം കേട്ടു. പക്ഷെ കേരളത്തിലുള്ളതെന്ന് പുള്ളി പറഞ്ഞ കൃത്യമായി വരാം. നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും ട്രാഫിക് അടിക്കാവുന്ന ഒരു ഏറ്റവും നല്ലൊരു നമ്പറാണ്. അല്ലെ മന്ത്രം അല്ലെ കുതന്ത്രം, അത്രേ ഉള്ളൂ. അത് വേറെ കേട്ട്. പിന്നെ ഇവിടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകല സമയോടെ കിട്ടിക്കഴിഞ്ഞാല് അമ്മയും സഹോദരിയും കൂടെ ആ പരിക്കാലത്ത് തന്നെ അമ്മ അടക്കിയതന്നെയാണ്. അതും എനിക്കറിയാം. ഞാൻ തൊട്ട അയൽവാസിയാ. ബാബു പറയൂ, അവിടുന്ന് ബാബുവിന് എങ്ങനെയാണ് ഇവര് സമീപിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് വീട് വേണമെന്ന് പറഞ്ഞതൊക്കെ, അതിനെ കുറിച്ച് പറയൂ. അതൊരു ഓട്ടോക്കാരൻ വഴിയിലുള്ള ബന്ധമേ ഉള്ളൂ, അല്ല വേറെ എനിക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഒരു അതിന്റെ ഒരു എനിക്ക് നല്ല ബന്ധമുണ്ട്. 10-15 വർഷമായിട്ടുള്ള ബന്ധമുള്ള ഒരു ചേച്ചിയായിരുന്നു. അവരുടെ വീടാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്. ശരി. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് വാടകയ്ക്ക് വേണം. ഒരു കട്ടപ്പന സാഗര പുള്ളി പറഞ്ഞാൽ കേട്ടായിരുന്നു. കട്ടപ്പന സാഗരയുടെ വീടും ഒക്കെ അവിടെ എന്തോ അസൗകര്യമാ, അല്ലെ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത്രയും സൗകര്യം ഇല്ല. അപ്പൊ ഒരു വീട് വേണമെന്നും പറഞ്ഞ ആവശ്യപ്പെട്ടത്. അങ്ങനെ എന്ന് പറയുമ്പോ ഇവിടെ ഇത് ഏത് വർഷമാണ് വരുന്നത് ബാബു? ഇത് മുമ്പേ പുള്ളി പറഞ്ഞ പോലെ 2016-2017 ഇയാളെ കുറിച്ചിട്ട് പോലും ഒരു 6 മാസത്തിക്കുള്ളായിട്ട്. അല്ലല്ല, ഇത് 2016 അദ്ദേഹം പറഞ്ഞത് ആ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. കുഞ്ഞിന്റെ കാര്യം അല്ല, ഈ ബാബുവിനെ സമീപിച്ചില്ലേ? അത് ഈ വീട് എടുത്തിട്ട് എത്ര കാലമായി? അവർ ഏത് വർഷമാണ് എടുത്തത്? അത് ഒരു വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. 2023 തന്നെയാണ് എടുത്തത്. 23 ലാസ്റ്റ് പാർട്ടായിരുന്നു. ശരി. 23 ലാസ്റ്റ് പാർട്ട് നമ്മൾ പറയുന്നത് ശരിയായിരിക്കണ്ടേ? ശരി. എന്നിട്ട് അപ്പൊ വന്നത് ആരൊക്കെയായിരുന്നു? ബാബുവിനെ കണ്ടത് ആരൊക്കെയായിരുന്നു? അതെ, വിജയന്റെ പേരിൽ തന്നെ ഞങ്ങൾ വാടക ചീട്ട് എഴുതി കൊടുത്തത്. ഈ വിജയനാണ് വന്നത്. വിജയനാ വന്നേ. വാടക ചീട്ട് എഴുതി കൊടുത്തു. അപ്പൊ ആരൊക്കെയുണ്ട് അങ്ങനെയൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു. അപ്പൊ കുടുംബ താമസക്കാർക്കാണ് നമ്മൾ കൊടുക്കുള്ളൂ, അല്ലെ ഒറ്റപ്പെട്ട ആർക്കെന്താ ഈ വീട് കൊടുക്കുകയല്ലെന്ന് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ വന്നു. അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം ചോദിച്ചു. അപ്പം വിജയൻ ഞങ്ങളുടെ ഓർമ്മയിൽ എവിടെയോ പണിയാള്. പിന്നെ ഓരോ പിന്നെ ഇപ്പൊ 1ാം പ്രതിയായിട്ട് ഇന്നും ഇവിടെ വന്നവന് IT വകുപ്പിലെ എന്റെ ഉദ്യോഗസ്ഥന്, അല്ലെ എന്തോ ജോലിക്കാരന്. പിന്നെ വന്നവനെന്ന് പറഞ്ഞാല് അവൻ കൂടത്തെ ഉള്ള ആളാണ് എന്ന് ആ രീതി കൂടെ ഒക്കെയാണ് സംസാരിച്ചത്. ശരി ശരി. 3 പേരെ വന്നുള്ളൂ. 3 പേരെ വന്നു. ഈ സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? സ്ത്രീകളെ ഞാൻ കണ്ടായിരുന്നു. ആ വീട് പൊളിക്കാൻ നേരത്തെ ഞാൻ കണ്ടായിരുന്നു. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീയെ ചോദിച്ചപ്പോ ഞാൻ സ്ത്രീയെ കണ്ടായിരുന്നു. ബാബു, ഈ മന്ത്രവാദം, ആഭിചാരം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ആ വീട്ടിൽ കയറിയപ്പോ എനിക്ക് നന്നായിട്ട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതാ പറഞ്ഞേ നമ്മള്. അത് അവസാനം ഇപ്പോൾ അല്ലേ? ഈ അവസാനം ഇപ്പൊ ഒന്നുമല്ല, ഒരാഴ്ച മുമ്പേ. ഇടുക്കിയിലെ SP ഒക്കെ ഇന്നായിരിക്കും വന്നേ. പക്ഷെ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ ചുറ്റികയും 2 ഗ്ലൗസും ബാക്കി ഈ തറ എല്ലാം ഒരാഴ്ച മുമ്പ് കണ്ട ഒരാളാ ഞാൻ. ഈ തറ കണ്ടപ്പം തന്നെ ഞാൻ ആ കട്ടപ്പന ആണല്ലോ പുള്ളിയോട് ഞാൻ പറയാം, സാറേ ഇതിന്റെ അകത്ത് ആരെങ്കിലും അടിച്ച് വരി താത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്ത് എന്റെ തറ പൊളിച്ച് കുഴി വെക്കേണ്ട കാര്യം എന്നു വെച്ചാൽ ഞാൻ അയാളോട് ചോദിച്ചത്. അല്ല ബാബു, നേരത്തെ ഇവരുടെ സ്വഭാവത്തിൽ സംശയം ഉണ്ടാവുകയോ അങ്ങനെയൊന്നും തോന്നിയില്ല അല്ലെ? അങ്ങനെയൊന്നും തോന്നുന്ന ആൾക്കാരല്ലല്ലോ അവര്. അത് ഇന്ന് കണ്ടവർക്കെല്ലാം കാണൂല, എല്ലാം സൗമ്യരായ ആൾക്കാരുണ്ട്. ഒരു വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിക്കും? സഹര എവിടെയാണ് നമ്മുടെ വീടിന് നമുക്ക് അസൗകര്യം. അപ്പൊ അടുത്തടുത്തോട്ട് വീട് മാറാനെന്നും പറഞ്ഞ് അവർ ചോദിക്കുകയാണ്, നമ്മള് ശരിക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കുവല്ലേ. അങ്ങനെ നമ്മുടെ അയൽവക്കത്ത് വന്ന ഒരാളായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ വിജയനെ കൊന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ബഹളം ഉണ്ടാവുകയോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല? ഞങ്ങൾ അത്ര അടുത്തല്ലേ, കുറെ അകലെയാ. ഞങ്ങൾ ഒരു പറമ്പ് സ്ഥലം അകലെയുണ്ട്. കുറച്ച് ദൂരെയാണ്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാല് ഒരു 200 മീറ്റർ അകലമാണ്. ശരി ശരി ബാബു, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ബാബു ആണ് ആ വീട് ഇനി ഇടനില നിന്നതും വീട് എടുത്തു കൊടുത്തതും. ബാബുവിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരെ കണ്ടാലൊന്നും അങ്ങനെ തോന്നില്ല. അത് നമുക്കറിയാലോ, സ്വാഭാവികമായ ഒരു വീടെടുക്കാൻ വരുന്നവർക്ക് അതിന്റെ സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമാണ്. പക്ഷേ വലിയ ഞെട്ടലിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ നാട് ആകെ ഞെട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം, 2 കൊലപാതകങ്ങൾ, അതും ഒരു മോഷണ കേസിന് പിന്നാലെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു നാടിനെ നടുക്കിയ സംഭവം തന്നെയാണ്. കാരണം ഇപ്പോൾ ആദ്യം പറഞ്ഞ ആള് സംസാരിച്ചതുപോലെ അത്ര കൃത്യമല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഊഹാഭോഗത്തിന് പുറത്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. കാരണം ഞാൻ രാവിലെ മുതൽ
ഈ ബോഡി അയക്കുന്നിടം വരെ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കുറച്ച് കാര്യങ്ങൾ തെറ്റാണെന്ന് താങ്കൾ പറയൂ നിഗമനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി. ഏതായാലും അവിടെ നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. ഈ കൊല്ലപ്പെട്ട ആള് ഈ നമ്മുടെ കാഞ്ചിയാറുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കേറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ തന്നെ അവിടെ ആളുകൾക്ക് സുപരിചിതനായ ഒരാൾ തന്നെയാണ്, ചില ആളുകൾക്കെങ്കിലും അങ്ങനെ ആളാണ്. പക്ഷെ അദ്ദേഹം ഈ അമിതമായി വിശ്വാസം മൂത്ത് ഇങ്ങനെ ആഭിചാരക്രിയകളിലൊക്കെ മുഴുകിയ ഒരാളാണ് എന്നാണ് അറിയാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള, അത് കൃത്യമായി അറിയാവുന്ന സാഹചര്യമാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം ഒരു മറ്റൊരു ഇതിന്റെ പുനർജന്മമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആഭിചാരക്രിയകളോട് ആധിപത്യം പുലർത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ വന്ന നിതീഷ് എന്ന് പറയുന്ന ഈ കുടുംബ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ നിരന്തരമായി പൂജകളും കർമ്മങ്ങളും വളരെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ആ കൊലപാതകം നടന്ന അല്ലെങ്കിൽ ആ മൃതദേഹം കണ്ടെത്തിയ വീടിനുള്ളിൽ പോലും 2 ഭാഗങ്ങളിലായി പൂജാമുറികൾ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുകയാണ്. അതായത് കറുത്ത പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് 2 റൂമുകളിൽ, ഒന്ന് വേറെ റൂമിലും, അങ്ങനെ 2 റൂമുകളിൽ ഈ പൂജ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ആ വീട് കണ്ടാൽ അറിയാം അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യമല്ല, പക്ഷെ അതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം അല്ലെങ്കിൽ ഹരിതകർമ്മസേന അംഗങ്ങളടക്കം അവിടെ ചെന്നപ്പോൾ എപ്പോഴും ആ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് മിറ്റമടിക്കുകയും കാട് പറിക്കുകയും കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇവരാരും പുറത്തു വന്നതായിട്ട് കണ്ടിട്ടില്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിരിക്കുന്നത് പറഞ്ഞു. ഒരു ദിവസം അവർക്ക് ഒരു 500 ലിറ്റർ 600 ലിറ്റർ വെള്ളം എന്നും ആവശ്യമായി വരുന്നുണ്ടെന്നാണ് സമീപവാസി ആ വെള്ളം കൊടുത്തയാള് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ മോഷണം ആയിട്ട് അല്ലെങ്കിൽ പ്രതിയായിട്ട് പിടിക്കപ്പെട്ട നിതീഷ് രാത്രികാലങ്ങളിൽ മുഴുവനും ആ പകൽ മുഴുവനും ആ വീട്ടിനുള്ളിലും രാത്രികാലങ്ങളിൽ മോഷണം ആയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, നമുക്ക് നേരത്തെ താങ്കൾക്ക് അറിയാവുന്ന ആളാണ് ഈ വിജയൻ ഇത്തരത്തിൽ നേരത്തെയുള്ള ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഒരു കുടുംബത്തെ ആകെ ഇങ്ങനെ ഒരാളുടെ കാൽക്കീഴിലാക്കുക, അയാളുടെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങിയിട്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങിയിട്ട് 2016 ഈ കുഞ്ഞിനെ കൊന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പൂജാരിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ വിജയനും ഈ പ്രതി ആയിട്ടുള്ള നിതീഷിന്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള വീടായിരുന്നു. അപ്പോൾ ഇവര് ഇവർ രണ്ടുപേരും ഈ നിതീഷിന്റെ കൂട്ടുകാരനായിരുന്നു വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണു വിജയന്. അങ്ങനെ ഇവര് കുടുംബ സുഹൃത്തുക്കളായതുകൊണ്ട് എപ്പോഴും വീട്ടിൽ വരികയും പോവുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന കാലത്താണ് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്താണ് ഈ നിതീഷ് ഈ പൂജാ കർമ്മങ്ങളിലേക്ക് തിരിയുന്നതും. അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതൽ പൂജാധികാരങ്ങളിലൊക്കെ വളരെ ഇതുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട വിജയന്റെ സഹോദരി പുത്രൻ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പം അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളിൽ നിന്നെല്ലാം ഇവരിൽ അകലം പാലിച്ചു. ഒരു ബന്ധുക്കളെയും അവരുടെ വീടുകളിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ വാടക താമസിച്ച വീടുകളിലോ അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന വീട്ടിലോ യാതൊരു ബന്ധുക്കളെയും അടുപ്പിക്കാത്ത രീതിയിലുള്ള, അവരുടെ വീട്ടിലോട്ട് അടുപ്പിക്കാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു അവർ ഈ കൊല്ലപ്പെട്ട വിജയൻ സൃഷ്ടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്നതും. പഞ്ചായത്ത് മെമ്പർ രമ മനോഹരൻ കൂടി ചേരുകയാണ്. ശ്രീമതി രമ, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാണ് ഇയാളെ നിയന്ത്രിച്ചിരുന്നത് ഈ കുടുംബത്തെ എന്നുള്ളതാണ്. 2 സ്ത്രീകളാണ്, 2 പെണ്ണുങ്ങളാണ്. അവർ അത്രയും മാസങ്ങൾ അവിടെ താമസിച്ചിട്ടും അവിടെ അയൽവാസികളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം നമുക്കുണ്ടാകുന്നു. എങ്ങനെയാണ് ഇയാൾ നിയന്ത്രിച്ചിരുന്നത് ഈ കുടുംബത്തെ? ഹലോ, കേൾക്കാം, പറയൂ. നമ്മുടെ തൊട്ട് അടുത്ത വീട് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒരാൾ താമസം ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ആ വീടുകളിൽ കയറി ചെന്നിട്ടുണ്ട്. വീട്ടിലെ അപ്പോഴോ ചെന്ന സമയത്തൊന്നും തന്നെ അവിടെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ആ വീടും പരിസരവും കടന്നിരുന്നത്. ആ വീട്ടിലെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ നമ്മൾ ചെന്ന സമയത്തൊന്നും ഒരാൾ പോലും പുറത്ത് വന്നിട്ടില്ല. അപ്പൊ മെമ്പർ അവിടെ നിന്ന് വിളിച്ചു നോക്കുകയൊക്കെ ചെയ്തിരുന്നു? ഉണ്ട്.
നമുക്കിവിടെ ഈ ഹരിതകർമ്മസേനക്കാർക്ക് യൂസർ ഫീ എല്ലാ വീടുകളിലും പോകണം നിർബന്ധമാണ്. അപ്പൊ അവർക്ക് അവിടെ ചെന്ന സമയത്ത് അത് കിട്ടാൻ വന്നപ്പോൾ അവര് എന്നെ അറിയിച്ചു, ആശാവർക്കർ അറിയിച്ചു. അതിന് പ്രകാരം ഞാൻ ആ വീട്ടില്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാടകക്കാരൊക്കെ വരുമ്പോ തന്നെ അവരെയൊക്കെ പോയി പരിചയപ്പെടാറുണ്ട്. ഇന്നലേക്ക് അവിടെ ചെന്നപ്പോ അത് നമ്മുടെ തൊട്ട അയൽക്കം കൂടെ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആ വഴി പോകുമ്പോഴെല്ലാം ആ വീട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ പോലും നമ്മൾ ആ വീട്ടിലെ ആളുള്ളതായിട്ട് നമുക്ക് തോന്നിച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ അകത്തേക്ക് കയറിയപ്പോ ഇന്ന് കണ്ട കാഴ്ച എന്താണ്? കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷം ആ വീടിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. നിരവധി ചാക്കുകെട്ടുകളെ ആ വീടിനകത്തോട്ട് കയറി നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ലാത്ത രീതിയിലെ ചാക്കുകെട്ടുകൾ അടുക്കിങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഈ പൂജ നടക്കുന്നതിന്റെ 2 മുറികളിലായിട്ട് ഈ പൂജ നടക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. കർട്ടനൊക്കെ വെച്ച് മറച്ച് അങ്ങനെയായിരുന്നു. അതാണ് അവിടെ എല്ലാവർക്കും, ഈ കണ്ട എല്ലാവർക്കും ഈ ഒരു ഞെട്ടലുണ്ട് എന്നുള്ളതാണ്. അവിടെ അവർക്കത് മാറിയിട്ടില്ല. നേരത്തെ സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞതുപോലെ ഈ വിജയനെ കാണാതായിട്ട് ഓഗസ്റ്റിൽ കാണാതായി, ഇപ്പോൾ അതായത് ഓണത്തിന് മുമ്പ് കാണാതായ വിജയനെ ആരും അന്വേഷിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. വിജയൻ എന്താണ് അതിൽ പറയാനുള്ളത്? സുരേഷ് ഈ വിജയനെ അറിയുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാമല്ലോ അങ്ങനെ ഒരാളോടെ ഉണ്ടെന്ന്. അപ്പോൾ അയാളെ കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ. അതുകൊണ്ടാണ് അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വിജയനെ കുറെ നാളുകളായിട്ട് കാണുന്നില്ല. ആഗസ്റ്റ് മാസം അവിടെ വെച്ച്, ആഗസ്റ്റിന് തൊട്ട് മുമ്പ് തന്നെ കട്ടപ്പനയിൽ വെച്ച് കണ്ടതായിട്ട് മാത്രമേ ആളുകൾ അറിയുന്നത്. അതുകൊണ്ട് കുറെ നാളുകളായിട്ട് കാണാത്തില്ലാത്തത് കൊണ്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരോ സ്റ്റേഷനിൽ ഇദ്ദേഹം മിസ്സായിട്ടുണ്ടെന്നുള്ള ഒരു പരാതി ആ സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിത്രം തെളിഞ്ഞു. വലിയ ഞെട്ടലിലാണ് കട്ടപ്പനക്കാർ. ആഭിചാരക്രിയയുടെ പേരിൽ 2 കൊലപാതകങ്ങൾ എന്ന വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്കെത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ കുഞ്ഞിൻ്റെ 2016 കൊല ചെയ്യപ്പെട്ട കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ നിന്ന് തെരച്ചിൽ നടത്തിയിരുന്നു, അവിടെ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. SP മാധ്യമങ്ങളെ അല്പസമയത്തിന് മുമ്പ് കണ്ടിരുന്നു. ആ വാക്കുകളിലേക്ക്. പറഞ്ഞ സ്ഥലം തമ്മിൽ മാറുന്നോ അങ്ങനെ ഉണ്ടോ? നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നാളെ വീണ്ടും സെർച്ച് കണ്ടിട്ടുണ്ട്. മറ്റു പ്രതികളുടെ അറസ്റ്റ് നമ്മൾ കടന്നു. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫിക്കേഷൻ ശേഷം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. നാളെ അതാണ്. അപ്പോൾ ഇനിയും നേരത്തെ ജോസഫ് സാർ പറഞ്ഞതുപോലെ അവിടെ വിശദമായ ഒരു പരിശോധന വേണ്ടതുണ്ട്. ചെറിയ കുഞ്ഞാണ്, 4 ദിവസം മാത്രമായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ശ്രീ രഘുനാഥ് പാറയ്ക്കലിലേക്ക് പോവുകയാണ്. ശ്രീ രഘുനാഥ് പാറയ്ക്കൽ, ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മലയാളികൾ ആഭിചാരത്തിൽ കൂടുതലായി ആകൃഷ്ടരാകുന്നു. അത് എന്തിനു വേണ്ടിയാണെങ്കിലും, പണത്തിന് വേണ്ടിയാണെങ്കിലും. ഈ വിഷയത്തിൽ ഈ വിജയൻ എന്ന് പറയുന്ന ആൾ ആദ്യമേ തന്നെ അന്ധവിശ്വാസത്തിൽ അധികം വിശ്വസിച്ചിരുന്നയാളാണ് എന്ന് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നു. പക്ഷെ ഒരു കുടുംബം ഒന്നാകെ അങ്ങനെ പോവുകയും പുറം ലോകവുമായി ബന്ധമില്ലാതിരിക്കുകയുമൊക്കെ ചെയ്യുന്നത് എത്രത്തോളം ഭീതിയോടെ കാണേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഇത് ഒരു വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഞാൻ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത് ഒരു കോർ ബിലീഫിൽ നിന്നാണ്. 1, 2, 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഈ മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രവാദപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് പെട്ട എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് മറ്റു ജോലികളോടൊപ്പം സാധാരണയായിട്ട് ചെയ്യുന്നത് ഭസ്മം എടുത്തിട്ട് അത് ഊതിക്കൊണ്ട് അല്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പനിയുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ഒരു ഇത് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ചെയ്യുന്ന എനിക്ക് പോലും അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ആ കാലഘട്ടത്തില് കൗമാരത്തില് അതല്ലെങ്കിൽ ആ നമ്മുടെ ബാല്യത്തില് ഉണ്ടായ കോർ ബിലീഫ് എന്ന് പറയുന്നത് ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ
ഇത്തരം മന്ത്രവാദപരമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമാണ് എന്നുള്ളൊരു തോന്നല് എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വളർന്ന് വലുതായപ്പോഴാണ് ഇത് ഇറാഷണൽ ബിലീഫാണ്, ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. നേരെ മറിച്ച് ഞാൻ ഇതേ വിശ്വാസം കൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്രവാദത്തിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഞാൻ കൊണ്ടുപോയേനെ. അപ്പോ ഈ ഇറാഷണൽ ബിലീഫ് സിസ്റ്റത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കേൾക്കാവല്ലോ അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള ആ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വിശ്വാസത്തെ തന്നെ പോകുമ്പോൾ വാസ്തവത്തില് ഒരു ഭീകരമായിട്ടുള്ള ഒരു അടിസ്ഥാന ചിന്ത അല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫ് സിസ്റ്റം നമ്മളിൽ ഉണ്ടാവുന്നു. ഈ ഇറാഷണൽ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രവാദങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, കാരണം ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കോർ ബിലീഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനമായിട്ടാണ്. കോർ ബിലീഫിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം അല്ലെങ്കിൽ വാല്യൂ അതല്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സമൂഹത്തില് വരുമ്പോ അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴോ വാസ്തവത്തില് കുറെ കോർ ബിലീഫുകൾ മാറിയതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തികളുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ഭീകരമായിട്ടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് മാറുകയും അത് ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് മലയാളിയുടെ മാനസികാരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വരും കാലത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസികാരോഗ്യ രംഗത്ത് കുറെ കൂടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അത് സ്കൂളുകളിലും അല്ലെങ്കിൽ +2 തലത്തില് തുടങ്ങണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതാണ് ശ്രീ ജോർജ് ജോസഫ്, ഈ പ്രതിയുടെ ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുഞ്ഞിനെ കൊല്ലുന്നത് അതൊരു മന്ത്രവാദം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആഭിചാരത്തിൽ മാത്രം നമ്മൾ ഊന്നി പറയേണ്ട കാര്യമുണ്ടോ? അതായത് അന്ന് വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് ഈ കുട്ടി പ്രസവിക്കുന്നത്, ഒരു കുഞ്ഞുണ്ടാകുന്നത്. അത് പുറത്തറിയുമോ എന്ന നാണക്കേട്, ദുരഭിമാനം കൂടി ആ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടാകില്ലേ? മറ്റൊന്ന്, രണ്ടാമത്തെ കൊലപാതകം, ഇയാളുടെ കൊലപാതകത്തിൽ, വിജയന്റെ കൊലപാതകത്തിൽ വിജയനുമായി തർക്കമുണ്ടാകുന്നു. അതൊരു അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ വേണ്ടി ചെയ്ത കൊലപാതകമല്ല, മറിച്ച് നിതീഷുമായി തർക്കമുണ്ടാകുന്നു വിജയൻ. പണമിടപാടാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് ചുറ്റികൊണ്ട് അടിച്ച് അയാളെ കൊലപ്പെടുത്തുന്നത്. അവിടെ ആ രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കണ്ടേ, ആഭിചാരത്തിനപ്പുറം? ഇല്ല, ഇവര് മോഷണക്കാരാണല്ലോ രണ്ടുപേരും. ഇവിടെ ഇപ്പം ആ കക്കാട് തന്നെ ഒരു മോഷണ സമയത്ത് ഇവരെ പിടിച്ച സമയം കൊണ്ടാണല്ലോ ഇത്ര 2 മർഡർ വന്നത്. പക്ഷെ അവിടെ തന്നെ SN ജംഗ്ഷനിൽ, അത് കട്ടപ്പന ഡിവൈഎസ്പിമാരും അവിടുത്തെ SP ശ്രദ്ധിക്കണം, ഈ SN ജംഗ്ഷൻ ഇതിന്റെ അടുത്ത് തന്നെ അവിടെ ഒരു മർഡർ ഉണ്ടായിട്ടുണ്ട്. അത് കഴുത്ത് ഞെരിച്ചാ കൊന്നത്. അത് നല്ല പ്രായമുള്ള ഒരു സ്ത്രീ, അവിടെ കൊച്ചുപുരയ്ക്കൽ അന്നമ്മ, ജോർജ് കൊച്ചുപുരയ്ക്കൽ എന്ന ആള് അവിടെ മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു. അയാൾ 2 നില വീട്ടിലാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യ താഴത്തെ നിലയിലും അയാൾ മുകളിലത്തെ നിലയിലും. അയാൾ അല്പം മദ്യപിക്കുമായിരിക്കാം. പക്ഷേ ഇവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് 6-7 പവൻ പോയിട്ടുണ്ട് അവിടെ. ഇവരുടെ തൊട്ടടുത്താണത്. അതാണ് ആദ്യത്തെ കൊലപാതകം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് SP DYSPമാർ ശ്രദ്ധിക്കണം. ആ കൊലപാതകം നടന്ന ശേഷം ആരോപണം മുഴുവൻ ഭർത്താവിന്റെ പേരിൽ. അയാൾ 2ാം നിലയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അയാൾ സ്വല്പം മദ്യപിച്ച് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. താഴത്തെ നിലയിൽ കിടന്ന ഭാര്യയാണ് കൊന്നത്. കഴുത്ത് ഞെരിച്ചു കൊന്ന് 6-7 പവനും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരും മറ്റേ ഇത് അയാൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പം അത് യുക്തിക്ക് യോജിക്കാത്തതായതുകൊണ്ട് ക്രമേണ എല്ലാവരും, പോലീസ് ഉൾപ്പെടെ, അയാളെ പഴിചാരി അയാൾ 1.5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു. അയാൾ നല്ല സാമ്പത്തികമുള്ള ആളാണ്. അപ്പം അതേപ്പറ്റി അവിടുത്തെ അത് എങ്ങും എത്തിയില്ല കേസ്. അത് ഇവര് ആകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അത് തന്നെയല്ല, മർഡർ ചെയ്യുന്നതിന് ഒരു മടിയില്ല ഇവരൊക്കെ. വിജയനെ കൊന്നതിന്റെ അതിന്റെ മോഡസ് ഓപ്പറാണ്ടി നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് അവരെ പേടിച്ചിട്ട് ഭാര്യയും വിജയന്റെ അല്ലെങ്കിൽ സുമയും മകളും പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നവർ ആ വീട്ടില്. വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങൂല.
അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും അല്ലെങ്കിൽ അവിടുത്തെ രമ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അവർക്കൊന്നും അത് ചുറ്റിപ്പറ്റി നടന്നെങ്കിലും ഇതിനകത്ത് എന്ത് നടക്കണമെന്ന് അവർക്ക് കിട്ടിയില്ല വിവരം. ആ സ്ത്രീകൾ അവിടെ ഉണ്ട്, പക്ഷെ വിവരം കണ്ടിട്ടില്ല. അവിടെ ക്രിയകൾ നടക്കുന്നുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പം. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ആഭിചാരക്രിയ ചെയ്യുന്നവരുടെ അവിടെ നമുക്ക് എലന്തൂരിലെ സംഭവം നോക്കിക്കേ. എലന്തൂര് ആ 2 സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് കൊന്നിട്ട് അതിന്റെ ഇറച്ചി ഭക്ഷിച്ചെന്നാ, മനുഷ്യ മാംസം ഭക്ഷിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് പോലും ചുറ്റുമുള്ളവർ അറിയുന്നില്ല. ഭഗവത് സിംഗ് എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ CPM-ന്റെ വർക്കറാണ്. അപ്പൊ അയാൾ പാരമ്പര്യ വൈദ്യനാണ്. അവിടെ ഷാഫി എന്ന ഒരാളാണ് ഈ 2 സ്ത്രീകളെ കൊണ്ടുവന്നത്. ഷാഫിയാണ് അതിന്റെ പൂജാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ കേരളത്തിലെ നേരത്തെ രഘുനാഥ് പറഞ്ഞ പോലെ മലയാളികൾ പൊതുവെ മാനസിക വിഭ്രാന്തിയുള്ളവരാണ്. നമുക്ക് സംസ്കാരമുണ്ട്, നമുക്ക് വലിയ പഠനമുണ്ട്, 100% നമ്മൾ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പോഷ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളികളെ. ഇവിടെ നടക്കുന്ന ഈ സംഭവം പോലും നമ്മളിപ്പോ അറിയില്ലായിരുന്നു. ആ മോഷണ കേസിൽ പിടികൊണ്ടാണ് മാത്രമാണ് ഇപ്പൊ അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്രിയകൾ ധാരാളം. ഇനി ഒത്തിരി ഉണ്ട്. ട്രിവാൻഡ്രത്തെ വിദ്യാഭ്യാസമുള്ള കേതൽ അറിയാവില്ല, സ്വന്തം അപ്പനെയും അമ്മയും ഡോക്ടർമാരെ അവരെ കൊന്നു ചുട്ടുകരിച്ചു. ആ കേതലിന്റെ സംഭവം നമ്മൾ മറക്കരുത്. എത്ര സംഭവങ്ങൾ ഒന്നിന്റെ പുറകെ വീടുന്നത്. ഷാബാസ് ഷെരീഫ് അവരെ മൈസൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് 1.5 വർഷം പൂട്ടിയിട്ടിട്ട് അയാളെ കൊന്നു. കഷ്ണമായിട്ട് അയാളെ അരിഞ്ഞു വയനാട്ടില്. അപ്പൊ മലയാളികള് നമ്മൾ വലിയ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ മാനസികമായ ആരോഗ്യം രഘുനാഥ് നമുക്കില്ല. നമുക്ക് മാനസിക വിഭ്രാന്തി നടക്കുകയാണ്. സാമ്പത്തികമായ ദ്വര, ഇതുപോലെയുള്ള പൂജയൊക്കെ നടത്തി പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, ഇവര് മോഷണവും ചെയ്യും, കൊലപാതകവും ചെയ്യും, ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. ഞാൻ സുരേഷ് സുരേഷ് ഇത്തരത്തിൽ അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ ആ രീതിക്ക് കൂടി പോകുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇലന്തൂരിൽ കണ്ടപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിന്നൊരു ഘട്ടമുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടോ എന്ന് മലയാളി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന എത്രയോ മണിക്കൂറുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആ പറമ്പ് മുഴുവനും കിളച്ചു പരിശോധിക്കേണ്ടി വന്നു, ഓരോ ഭാഗങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്തരത്തിലൊരു ആഭിചാരക്രിയ അതിന് പിന്നിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നടന്ന കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരാനുള്ള സാധ്യതയുണ്ട്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവര് ഒരു 8-9 മാസമായിട്ടുള്ളൂ നമ്മുടെ കാഞ്ചിയാറ്റിൽ ഈ കക്കാട്ടുകടയിൽ ഈ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട്. അന്ന് ആരംഭിച്ച നാള് മുതൽ ഈ തൊട്ട അയൽപക്കംകാരുമായിട്ടോ മറ്റോ ആരുമായിട്ടോ ഇവർ യാതൊരു ബന്ധവും സ്ഥാപിച്ചില്ല എന്നുള്ളതിനപ്പുറം ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ലെങ്കിൽ ആരുമായിട്ട് അവിടെ ആളുതാമസം ഉണ്ടെന്ന് പോലും അറിയുന്ന രീതിയിലുള്ള ഒരു വെളിച്ചവും പുറത്തു വരാതെയാണ് ഇവിടെ നടന്നിരുന്നത്. ഒരുപക്ഷെ ഈ മോഷണ ശ്രമത്തിനിടയിലെ ഈ സുധീഷ് എന്ന് പറയുന്ന ആള് അവിടെ വെച്ച് പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം പോലും പോലീസിനോട് പറഞ്ഞത് എന്റെ വീടാണ്, ഇത് ഞാനിവിടെ വീട്ടില് മുയലിന് തീറ്റ പറിക്കാൻ പോയിട്ട് വരുന്ന സമയത്താണ് എന്ന് പറഞ്ഞാണ് ഈ പോലീസ് ഇദ്ദേഹത്തിന് പിടികൂടുന്നത്. ആ പിടികൂടി കഴിഞ്ഞ് മൊഴി മാറ്റത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പിടിക്കുകയും ഈ മോഷണ ശ്രമത്തിനിടയിൽ പിടിച്ചുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിജയൻ എന്ന് പറയുന്ന ആളെ ഇവിടുന്ന് കാണാതായിട്ടുണ്ടെന്നും ഈ ഇദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും പേടിയാണ്, ഇവരെ എന്റെ അളിയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അളിയൻ എന്റെ പിതാവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ഉള്ള വേറെ നാട്ടുകാർ പോലും ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാല് ഈ ആഭിചാരക്രിയകൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ പരിശോധനയിൽ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇല്ലെങ്കിൽ അവരെ അതിനെ അഡിക്റ്റ് ആക്കി ഈ വെച്ച ആളാണ് ഈ കൊലപാതകി. സുരേഷ്, ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് അവരെ ഈ ചങ്ങലക്കിട്ടിരുന്നു എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ചങ്ങലക്കിടുകയായിരുന്നു, അതോ അവർ നൽകിയ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകരുതെന്ന് വാക്കാൽ വിലക്കിയിരിക്കുകയായിരുന്നു? ഇല്ല, അത് ചങ്ങലക്കിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വീട്ടിൽ. ആ വീടിനുള്ളില് തറയില് ഈ മാതാവ് കിടന്നെന്ന് പറയുന്ന സ്ഥലം ഒരു തറയില് വിരിച്ച് ഒരു പുൽപ്പാ വിരിച്ച് അത്തലാണ് കിടന്നത്. ഈ മകള് ഈ വിദ്യാവിജയൻ എന്ന് പറയുന്ന പെൺകുട്ടി താമസിച്ചിരുന്ന ഒരു മുറിയിൽ ഒരു ബെഡ് വിരിച്ച് അവിടെ കതക പൂട്ടോ അത് ചങ്ങലയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ മുറികളെല്ലാം വളരെ അലങ്കോലപ്പെട്ടും ഇല്ലെങ്കിൽ ആ നടന്നു പോകാനുള്ള വഴി മാത്രം ഉള്ളത് കൊണ്ടും അവിടെ ആ മുറിയിൽ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. അടുക്കളയിലല്ല, ഈ വിദ്യാവിജയൻ എന്ന് പറയുന്ന കുട്ടി താമസിച്ചിരുന്ന ആ റൂമിലാണ് ഭക്ഷണം. അത് ഒരു അറ്റാച്ച്ഡ് റൂമാണ്.
അതിൻ്റെ അകത്ത് തന്നെയാണ് ഭക്ഷണവും പാചകം ചെയ്ത് കഴിച്ച ലക്ഷണങ്ങൾ ആ ബെഡിൽ കിടന്നിരിക്കുകയാണ്. ഒരു ബെഡ് തറയിൽ വിരിച്ചിട്ടുണ്ട്, അവിടെ കിടന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ മുറിക്ക് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരു കറുത്ത പ്ലാസ്റ്റിക്കിന് ഒരു മറ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ വീടിനകത്തേക്ക് വെളിച്ചം കയറാത്ത നിലയിലായിരുന്നു എല്ലാ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിരിക്കുന്നത്, ശരിയാണോ? അതെ, എല്ലാ വാതിലുകളും കർട്ടനും, അതായത് പ്രത്യേകിച്ച് കർട്ടൻ, അതായത് മുഴുവനും ഇരുട്ടാകുന്ന രീതിയിൽ കർട്ടൻ വെച്ച് മറച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇവിടെ കറുത്ത പ്ലാസ്റ്റിക് വെച്ച് ഈ ഒരു പൂജാമുറി ഒരു പ്രത്യേകം തയ്യാർ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഈ മാതാവും ഈ മകളും തമ്മിൽ പരസ്പരം കാണാതിരിക്കാനാണോ എന്നറിയത്തില്ല, അവിടെയും ഒരു കറുത്ത പ്ലാസ്റ്റിക്കിന്റെ ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ രഘുനാഥ് പാറക്കൽ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞു പോയ ഒരു വിഷയം ഡ്യുവൽ പേഴ്സണാലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാകാത്തത് ഇവൻ ഇങ്ങനെ ഒരുത്തനാണ് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്, സമൂഹത്തിന് മനസ്സിലാകാതെ പോകുന്നത് അതുകൊണ്ടല്ലേ സർ? കാരണം ഇയാൾ എപ്പോഴും ഒരേ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമുക്ക് ബോധ്യമാകും, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും, അയൽ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കും, അവിടേക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെല്ലും. ഇത് നമുക്കത് മനസ്സിലാകുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ അവൻ വളരെ മാന്യനാണ്, മോഷണം നടത്തുന്നു എന്നൊക്കെ അറിയുന്നത്, ഇവർ ഈ സംഭവം അറിയുന്നത് ഇതിന് ശേഷമാണ് എന്നുള്ളതാണ്. അതാണ് ആ ഞെട്ടലിന്റെ കാര്യവും. അപ്പോൾ ആ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നുള്ള സംഭവം അത് വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ഇതാണ് ശരിക്ക് എന്താ പറയുന്ന ശരിയായുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റികളെ പെട്ടെന്നുണ്ടാവുന്നതല്ലോ, ഇത് കുറച്ചു കാലം മുമ്പ് തന്നെ ഇവർക്ക് ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ ഇത് ശരിക്ക് വേർതിരിച്ചറിയാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാവണം. സ്കൂളുകളിൽ ഇതിന് ഒരു ഇവാലുവേഷൻ നടത്താം, കോളേജുകളിൽ വേണമെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്താം. ആ സമയത്ത് കുറെ കറക്ഷൻ മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത്തരം കൊലപാതകത്തിനും അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസത്തിനും ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് ആയിട്ട് നമ്മൾ പോയി. നമ്മള് ജോർജ് ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം, അനാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. പക്ഷെ മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം വ്യക്തി വൈകല്യങ്ങളെ കൊണ്ടായിരിക്കാം നമുക്ക് ആഡംബരത്തിന്റെ പിന്നാലെയാണ് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ മാനസിക അവസ്ഥ ഒരാളുടെ നിർണയിക്കുന്നത്, പ്രത്യേകിച്ച് കൗമാരത്തിലും യുവത്വത്തിലും നിർണയിക്കുന്ന ആ കാലഘട്ടത്തില് ഇതുപോലുള്ള ഒരു സ്കെയിലിങ് അല്ലെങ്കിൽ മാനസിക ആയിട്ടുള്ള ബലവും അതുപോലെ തന്നെ ആരോഗ്യവും അളക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ വരണം എന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ലെങ്കിൽ ഇതൊരു ഭീതികരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ്. കാരണം എന്തിനും ഏതിനും മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആഡംബരം എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ മാം പറഞ്ഞതുപോലെ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിലുള്ള ഈ പ്രശ്നങ്ങളുള്ളവരെ എത്രയും എളുപ്പം സമൂഹത്തിന് തിരിച്ചറിയുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷനും സൈക്കോ എഡ്യൂക്കേഷനും അതുപോലെ തന്നെയുള്ള മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിന്റെ കൂടെ എനിക്ക് ഒരു കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ശിക്ഷ വരുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ഈ ശിക്ഷകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് വിധികൾ വരുവാനായിട്ടും 20-25 വർഷങ്ങളും വരുമ്പോഴ് പലപ്പോഴും റിയൽ ആയിട്ടുള്ള പ്രതികൾ രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നിയമവ്യവസ്ഥിതിയുടെ കാര്യത്തിൽ കൂടെ ഒന്ന് ശരിയാക്കണം എന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലുള്ള എന്റെ ഒരു കാഴ്ചപ്പാട് കൂടി ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായും അതിന്റെ ഒരു മറുപടി എനിക്ക് ശ്രീ ജോർജ് ജോസഫ് സാറിൽ നിന്നും കിട്ടണം. അതിനു മുൻപ് പഞ്ചായത്ത് മെമ്പർ രമ മനോഹരൻ ഇപ്പോഴും ടെലിഫോൺ ലൈനിലുണ്ട്. രമയോട് ഒരു ചോദ്യം കൂടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന്. രമ, ആ രണ്ട് സ്ത്രീകളുടെ മാനസികാവസ്ഥ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ വിഷയത്തിൽ. ഈ രണ്ട് പ്രതികളുടെ, അതായത് വിഷ്ണുവിന്റെയും മറ്റേയാളുടെ നിതീഷിന്റെയും വയസ്സ് നമ്മൾ അറിഞ്ഞു, 30-ന് താഴെയാണ് രണ്ടുപേരുടെയും പ്രായം. ഈ രണ്ട് സ്ത്രീകളുടെ പ്രായം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചില്ല. ഏകദേശം അവർക്ക് എത്ര വയസ്സ് വരും ഈ പെൺകുട്ടിക്കടക്കം? പെൺകുട്ടിക്ക് ഒരു 28 വയസ്സെന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് അല്ല, അമ്മയ്ക്ക് 50 വയസ്സിനടുത്തുള്ള. അമ്മയ്ക്ക് 50 വയസ്സ്, പെൺകുട്ടിക്ക് 28 വയസ്സ്. അതെ. ഈ രണ്ടുപേരും ഇന്ന് വരെയും പുറത്തിറങ്ങാനായിട്ട് അവരൊരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ അതെ. അതിലൊരു പ്രത്യേകത നാം പറയാനുള്ളത്, ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മുറിയില് കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടായിരുന്നു.
ഇപ്പോഴും ഉണ്ട്, കിളിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ആ പ്രായത്തിന്റെ ഇത് കാണിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ? അതെ അതെ. അത്രയ്ക്ക് നിഷ്കളങ്കയായ 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പക്ഷെ അതിന് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത്. മറ്റൊന്ന് മെമ്പർ, ഇവർ നേരത്തെ ഇവരുടെ സഹോദരി, അതായത് ഇയാളുടെ വിജയന്റെ സഹോദരിയൊക്കെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ കേസൊക്കെ എന്തായി എന്ന് അന്വേഷിച്ചോ? അതേക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷിച്ചൊന്നും ഇല്ല ഇവരെയൊന്നും? അന്വേഷിക്കുന്നുണ്ടായിരുന്നാ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ച് ഇവരാരെയും തന്നെ വീട്ടിലേക്ക് അടുപ്പിക്കാറില്ലായിരുന്നു. ഇവരുടെ ബന്ധു പറഞ്ഞത് അവര് അവിടെ വീട്ടിൽ ചെല്ലുമ്പം അകത്തേക്ക് കയറ്റത്തില്ല. അടുക്കള വഴി ചെല്ലുമ്പം ഈ അമ്മായി എന്നവരെ വിളിക്കുന്ന അമ്മായി അടുക്കള വാതക്കെന്ന് അവിടെ നിന്ന് സംസാരിക്കും. ഇപ്പുറത്തോട് വരും മുൻവശത്തോടാണെങ്കിൽ അമ്മാവൻ വാതക്കൻ നിന്ന് സംസാരിക്കും. ഇവരെ അകത്ത് കയറാനായിട്ട് അനുവദിച്ചിട്ടില്ലെന്ന് 2016. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലായിരുന്നാ പറഞ്ഞത്. എത്ര വർഷമാണ് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ മുറിക്കകത്ത് കിടന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. വളരെയധികം നന്ദി ശ്രീ രമാ മനോഹരൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ ശ്രീ രഘുനാഥ് പാറക്കൽ പറഞ്ഞത്, ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറ്റം ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ അത് ഒരു ഓർമ്മപ്പെടുത്തലാകണം, ഒരു മാതൃകയാകണം പല കേസുകളിലും എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ രഘുനാഥ് പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് പറയാം. കാരണം വ്യക്തിത്വ രൂപീകരണത്തില് വിദ്യാഭ്യാസം അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതാണല്ലോ നമ്മൾ സിദ്ധാർത്ഥന്റെ കാര്യം. ഈ അടുത്ത കുട്ടികളെല്ലാം വയലൻസിലോട്ട് പോയി. ശാരീരിക മാനസിക വൈകാരിക തലത്തില് വലിയ വ്യതിയാനം മലയാളിക്ക് സംഭവിച്ചു കഴിഞ്ഞു. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയുടെയും കുട്ടികളുടെ സംഘടനാ ശക്തിയെ, കൊച്ചുകുട്ടികൾ രാഷ്ട്രീയം കളിച്ച് കോളേജ് മുഴുവൻ തകർന്ന് തരിപ്പണമായി. അത് തന്നെയല്ല, എല്ലാവരും ആഡംബരത്തിലും ഭൗതിക ജീവിത ത്വരയിലും അതോടൊപ്പം ശാസ്ത്രബോധവും ഇല്ല, അന്ധവിശ്വാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരാണ് ഈ മലയാളി? ഒരു മലയാളി എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തിക്കാരുടെ ഒരു ലോകമാണ്. നമ്മളൊരു ഫോൾസ് ഇതിലാണ് ജീവിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയം മാത്രമേ തലയിലുള്ളൂ. നമ്മുടെ ജീവിതം ഭൗതിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. മലയാളത്തില് അധികം തത്വചിന്തകരൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇന്ത്യയിൽ വളരെ റയറായിട്ടും ഉണ്ടല്ലോ. പിന്നെ ചില ബുദ്ധിജീവികളൊക്കെ ഇവിടെ വന്നെന്നല്ലാതെ തത്വചിന്താപരമായ ഒരു മുന്നേറ്റം മലയാളിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് 2000 വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. അവിടെ അടിസ്ഥാനപരമായി മലയാളികള് അന്ധവിശ്വാസത്തിലേക്കും ഇന്നും നിലനിൽക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ സ്വയം ചെയ്യുന്ന ഈ പ്രവൃത്തിക്കകത്ത് അത് രഹസ്യമായിട്ട് ചെയ്ത് അറിയാവുന്നവരാരും വെളിയും പറയത്തില്ല. അതിലേക്ക് അവരോട് വന്ന് അവർക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. എന്തായാലും മലയാളിയുടെ ജീവിത രീതി നമ്മൾ ഇന്ത്യയിലെ ഇത്രയും ബുദ്ധിയുള്ള ഒരു വർഗം, അതേ സമയത്ത് ആ ബുദ്ധി മരവിച്ചു പോയി നമ്മൾ അന്ധവിശ്വാസത്തിനും മറ്റു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. മലയാളി ഇവിടെ വിട്ടുപോകും. ഒരു കാലത്ത് കൊങ്ങിണി ഭാഷയ്ക്ക് അവര് അത് സംസാരിക്കുന്ന കുറച്ചു പേരെ എങ്ങാണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ മലയാളം സംസാരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരായിട്ട് വരും. കാരണം നമ്മുടെ ഭാഷയിലെ ഇംഗ്ലീഷും മറ്റുള്ള വാക്കുകൾ കയറി ഇറങ്ങി, ഡിജിറ്റൽ കയറി ഇറങ്ങി, മലയാള ഭാഷ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ സംസാരിക്കാം, മലയാളിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമാണ് അങ്ങ് പറയുന്നത്. പക്ഷേ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും ഞങ്ങളിത് യൂട്യൂബിലും ഈ പ്രശ്നം, ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ആഭിചാരങ്ങളിൽ വീഴുന്നോ മലയാളികൾ എന്നതായിരുന്നു ചോദ്യം. അതിന് അതെ എന്ന് 88% പേരും, അല്ല എന്ന് 12% പേരും, നിഷ്പക്ഷം ആരുമില്ല. അങ്ങനെയാണ് അതിന്റെ പോൾ വന്നിരിക്കുന്നത്. കട്ടപ്പനയിലെ വീട്ടിൽ 2 സ്ത്രീകൾ മാസങ്ങളോളം താമസിച്ചിട്ടും അയൽവാസികൾ അറിഞ്ഞില്ല. തൊട്ടടുത്ത വീട്ടിലോ ഫ്ളാറ്റിലോ താമസിക്കുന്നവരെ അറിയില്ല. ഞാൻ എന്ന നാനോ സങ്കല്പത്തിലേക്കാണ് ചിലരെങ്കിലും. അതാണ് മാറേണ്ടത്. ചുറ്റുപാടുകൾ തിരിച്ചറിയണം. വിശ്വസിക്കേണ്ടത് അന്ധവിശ്വാസങ്ങളെയുമല്ല. അന്തിച്ചർച്ചയ്ക്കൊന്നുമാണ്. എല്ലാ വീട്ടിൽ മണ്ഡല